അമ്പത് പക്ഷേ ഈ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒന്നാണല്ലോ മുഹറം. ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതി വിധി മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ജൂൺ 15 ഉണ്ടായതാണ്. ഇന്ന് വരെ അത് നാട്ടിലെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ സംഭവങ്ങളുടെ ഒരു ചുരുക്കം ഞാൻ പറയാം. മുഹറം ആഘോഷിക്കുന്നു. തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ ഏർവാടി ദർഗ വളരെ പ്രശസ്തമാണ്. അതിലേക്ക് ഒരുപാട് പേരൊക്കെ ഏർവാടി ദർഗയിൽ പോകാറുണ്ട്. അവിടെ ഹസൻ എന്നും ഹുസൈൻ എന്നും പറഞ്ഞ രണ്ട് വിശുദ്ധരുടെ ഖബറുള്ള സ്ഥലമാണ്. അവർ ഈ മുഹറത്തിന് സന്തനക്കൂട്, കുതിരൈപ്പച്ച എന്നിങ്ങനെ തരത്തിലുള്ള ഒരു വലിയ ഘോഷയാത്ര നടത്തും. അത് സംഗീതവും ഡ്രംസും ഒക്കെ വായിച്ചാണ് നടത്തുന്നത്. കുതിര എഴുന്നള്ളിക്കും, രഥങ്ങളുണ്ടാവും. പക്ഷേ ഇത് വിശുദ്ധമായ ഇസ്ലാമിക രീതികൾക്ക് നിരക്കാത്തതാണ് എന്ന് കാട്ടി അവിടുത്തെ തൗഹീദ് ജമായത്ത് എന്ന് പറയുന്ന ഒരു ജമായത്ത് പരാതിപ്പെട്ടു. ജില്ലാ ഭരണകൂടം തടഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്ത് ഈ ദർഗയുടെ ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ കേസ് എടുത്തിട്ട് പറയുന്നു, ഇത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നി ഷിയ മാത്രമല്ല, അത് സൂഫിസം പോലെയുള്ള ഒരുപാട് സെക്ടുകൾ അതിനകത്തുണ്ട്. ജലാലുദ്ദീൻ റൂമിയൊക്കെ റഫർ ചെയ്തിട്ട് പറയുക, സ്നേഹത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒരു ലോകം ഇസ്ലാമിലുണ്ട്. ഈ മതമൗലികവാദികൾക്ക് മുന്നിൽ കീഴ്പ്പെടേണ്ടതല്ല, ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് മുന്നിൽ കീഴ്പ്പെടേണ്ടതല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പം ആഘോഷിക്കാനും അത് സംഗീതം ഉപയോഗിക്കാനും അവൻ്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഘോഷയാത്രകൾ നടത്താനും ഒരു മതവിഭാഗത്തിന് അവകാശമുണ്ട്. ഇവിടെ ഭരണകൂടം അവർക്ക് കീഴ്പ്പെട്ട് അത് വിലക്കിയത് ഗുരുതരമായ തെറ്റാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ വേണമെങ്കിൽ വീട്ടിലിരിക്കട്ടെ എന്നാണ്, വീടടച്ച് വരയ്ക്കാതിരിക്കട്ടെ എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിധിയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഭാഷയുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും മുഹറം പോലെയുള്ള ഒരു പെരുന്നാൾ ദിവസം ഇത്തരം ആഘോഷങ്ങൾ പാടില്ല എന്ന വാദം ഉയരുന്നത്? ഒന്ന്, ഈ വിധിയിൽ കോടതി പറയുന്നുണ്ട്, അതായത് ഇന്ത്യയിൽ ഇവരെ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്ന വിഭാഗം ആവശ്യപ്പെടുന്നത് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്ന ഇസ്ലാമാണ് ശരിയായ ഇസ്ലാം, അത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് താലിബാനിസമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം എതിർപ്പുകൾ ഒരു വിഭാഗം മുസ്ലിം സെക്ടറിൽ തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ ആഘോഷത്തിനെതിരെ ഉയരുന്നത്? ഒന്ന്. രണ്ടാമത്, എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത്? ഈ രണ്ടാമത്തെ ചോദ്യം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇത് ജൂൺ 15 വന്ന വിധിയാണല്ലേ, ഒരു മാസത്തിലേറെയായി. ഇത്രയും കാലമായിട്ട് സുപ്രധാനമായ വിധി, പല തലത്തിൽ സുപ്രധാനമാണ്. മാഷ വിധി വായിച്ചല്ലോ? ഞാൻ കണ്ടല്ലോ ആ വിധി. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വാർത്ത ആർക്ക് വേണ്ടിയാണ്? വായനക്കാർക്ക് വേണ്ടിയാണ്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇത് ഒരു മുസ്ലിം ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ആദ്യത്തെ പ്രൈമറി ഇമ്പോർട്ടൻസ് ഏതൊരു മാധ്യമവും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ എത്ര ശതമാനത്തിനെ ഇത് ബാധിക്കുന്നു. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒന്നാണിത്. കാരണം മുഹറം എന്ന് പറയുന്നത് സുന്നികളും ഷിയാക്കളും സൂഫികളും പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ആഘോഷിക്കുന്ന പല തരത്തിലാണെന്ന് മാത്രം. സുന്നി മുസ്ലിങ്ങൾ അന്ന് നോമ്പെടുക്കും 2 ദിവസം. മുഹറം ആഷൂറ എന്നാണ് പറയുക. ഈ മുഹറത്തിൻ്റെ പ്രാധാന്യം എന്താ? മുഹറത്തിൻ്റെ പ്രാധാന്യം കർബല യുദ്ധം. സത്യം പറഞ്ഞാൽ അത് അത്ഭുതകരമായ ചരിത്രം, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ലോകത്തിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ട്രാജിക്കായിട്ടുള്ള ഏറ്റവും ദുരന്തപൂർണമായൊരു അധ്യായമാണ്. ഇസ്ലാമിക രാജ്യത്തിൻ്റെ അക്കാലത്തെ ലോകത്തിലെ ഇസ്ലാമിക ഖലീഫയായിരുന്ന യസീദ് എന്ന ചക്രവർത്തി ഇസ്ലാമിക ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ്റെ കുടുംബത്തിലെ അവസാനത്തെ 2 പേര്, പ്രവാചകൻ്റെ പുത്രിയാണ് ഫാത്തിമയുടെ 2 മക്കളാണ് ഹസനും ഹുസൈനും. ഫാത്തിമയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അലിയുടെ കൂടി മക്കളാണ്. ഫാത്തിമയെ വിവാഹം ചെയ്ത ഫാത്തിമയുടെ ഭർത്താവിൻ്റെ പേരാണ് അലി, എന്ന് വെച്ചാൽ പ്രവാചകൻ്റെ ജാമാതാവാണ് അലി. അപ്പോൾ പ്രവാചകൻ്റെ മോളുടെ കുട്ടികളാണ് ഈ ഹസൻ ഹുസൈനും. അവർ മുതിർന്നു കഴിഞ്ഞപ്പോൾ അവർ അലിയുടെ പക്ഷമാണ്, ഷിയത്ത് അലി എന്നാണ് പറയുക. ഈ തർക്കം തുടങ്ങി. അലിയുടെ പക്ഷത്തെ മാറ്റി നിർത്തുന്ന ഒരു പതിവ് ഇസ്ലാമിക ഔദ്യോഗിക ഭരണ വിഭാഗം പണ്ടേ പാലിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രവാചകൻ്റെ മരണശേഷം തന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ്റെ മരണത്തിന് തൊട്ടടുത്ത് ആദ്യത്തെ ഖലീഫ ആകേണ്ടിയിരുന്നത്. പ്രവാചകന് ശേഷമുള്ള ആദ്യകാല ഭരണാധികാരികളൊക്കെ ഖലീഫ ആണ് പറയുക. ഖലീഫ 1-ാമൻ 2-ാമൻ 3-ാമൻ 4-ാമൻ എന്നാണ് പറയുക. അപ്പോൾ ഖലീഫ 1-ാമൻ ആകേണ്ടത് അലിയാണ് എന്ന വാദം അന്നേ വന്നു. ഈ തർക്കം നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പക്ഷമാണ് ഷിയത്ത് അലി. അതാണ് ഷിയാക്കൾ. ആ പക്ഷം തുടർന്നുകൊണ്ടേയിരുന്നു ആ പോരാട്ടം. ഒരിക്കലും കോംപ്രമൈസിന് നിന്നില്ല. ഇപ്പോഴും തുടരുകയാണ്. പക്ഷെ അതിനിടയിൽ സംഭവിച്ചത് ഈ
വലിയ കൊടിയ യുദ്ധങ്ങളുണ്ടായി. പിൽക്കാലത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിൻ്റെ തുടർച്ചയാണ്. ആദ്യത്തെ യുദ്ധം പ്രവാചകന്റെ മരണത്തിൻ്റെ തൊട്ടടുത്ത വർഷങ്ങളിൽ നടന്നതാണ്. ജമൽ യുദ്ധം എന്ന് പറയും. ഒരു ഭാഗത്ത് പ്രവാചകന്റെ പത്നി ആയിഷ, ചെറുപ്പക്കാരിയായ ഭാര്യ ആയിഷ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പ്രവാചകന്റെ പുത്രി ഫാത്തിമ, അവരുടെ കുടുംബം. അങ്ങനെ നടന്ന യുദ്ധമാണ്. 15,000 പേര്. അന്ന് ലോക മുസ്ലിങ്ങൾ ജനസംഖ്യ എത്രയുണ്ട്? ലോക മുസ്ലിങ്ങൾ തന്നെ എത്രയുണ്ടാവും? അതിനകത്തുനിന്ന് 15,000 കൊല്ലം. മാത്രമല്ല ഈ മാസ് വെപ്പൺസ് അന്നില്ലല്ലോ, അങ്ങനെ മാസ് കില്ലിംഗ് വെപ്പൺസ് ഇല്ലല്ലോ. ഒരു വാള് കൊണ്ട് ഒരാളെ വെട്ടണം, ഒരു അമ്പ് കൊണ്ട് ഒരാളെ കൊല്ലണം, ഒരു വാള് കൊണ്ട് ഒരാളെ, അങ്ങനെ കൊല്ലുന്ന കാലത്ത് പോലും 15,000 പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനകത്ത് നടന്ന ആഭ്യന്തര യുദ്ധങ്ങളുടെ കഥയാണ് ഷിയ. അതിൻ്റെ തുടർച്ച. അതിൻ്റെ ഒടുവിൽ നടന്ന 7-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നടന്ന ഇറാഖിൽ ഈ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൂഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകനെ, ഇപ്പോൾ ഈ അന്ന് ദമാസ്കസ് കേന്ദ്രമായിട്ട്, സിറിയയിലെ ദമാസ്കസ് കേന്ദ്രമായിട്ടാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫ ഭരിക്കുന്നത്. അന്നത്തെ ഖലീഫയുടെ പേര് യസീദ് എന്നാണ്. ആ ഖലീഫയ്ക്ക് എതിരായൊരു മൂവ്മെൻറ്റ് ഈ ഷിയ പക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ, അന്ന് ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്, ഹസനും ഹുസൈനും എന്ന് വെച്ചാൽ പൗത്രന്മാർ, പ്രവാചകൻ്റെ പൗത്രന്മാർ, അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ചക്രവർത്തിക്കെതിരായി ഈ ഇറാഖ് കേന്ദ്രീകരിച്ച്, കൂഫ കേന്ദ്രീകരിച്ച് ഒരു വലിയ വിപ്ലവം നടക്കാൻ. ഇയാൾ എന്താ പറയുക, എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധനായിരുന്നു യസീദ്. അങ്ങനെ അതുകൊണ്ട് ആ രോഷം മുതലെടുക്കാനല്ല അവർ ഈ ഹസനെയും ഹുസൈനെയും വിളിച്ചു. അപ്പോൾ ഒരു ചെറിയ സംഘത്തോടൊപ്പം 71 പേരെ കണ്ടുള്ളൂ, 100 പേര് തികച്ചില്ല. അങ്ങനെ ഒരു സംഘം ഇവർ ക്ഷണിച്ചിട്ട് കൂഫയിലേക്ക് ചെല്ലുകയാണ്. കൂഫ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ. ആ വിവരം അറിഞ്ഞിട്ട് യസീദിൻ്റെ പടയാളികൾ വഴിയിൽ വെച്ച് കൂഫയിൽ എത്തുന്നതിന് മുമ്പ് ഒരൊറ്റ എണ്ണത്തിനെ അവശേഷിപ്പിക്കാതെ കൊന്നുകൊള്ളണം, എന്നിട്ട് ഈ ഹസൻ്റെയും ഹുസൈൻ്റെയും തല, വെട്ടിയെടുത്ത തല എനിക്ക് അയച്ചു തരണമെന്ന് ഉത്തരവിടുകയാണ്. അത് നടപ്പാക്കണം. ആ പേരാണ് ഈ മുഹറം 10-നാണ് നടന്നത്. അതാണ് അതിൻ്റെ ഓർമ്മ. ആ യുദ്ധത്തിനാണ് കർബല എന്ന് പറയുക. കൂഫയിലെത്തുന്നതിന് മുമ്പ് ഈ കർബല എന്ന പ്രദേശത്താണ് നടന്നത്. ഇന്നും അത് വല്ലാത്തൊരു ദുരന്ത സ്മാരകമാണ്. ആ ഓർമ്മയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഈ ഏർവാടിയിൽ ഹസനും ഹുസൈനുമാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഹസനും ഹുസൈനും പേരിടുക എന്നത് പിൽക്കാലത്ത്, സാറിന് അറിയാലോ, മലബാറിൽ ഒരുപാട് പേർക്ക്, ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിലെ ഒരുപാട് കുട്ടികൾക്ക് ഹസൻ അല്ലെങ്കിൽ ഹസൻ എന്ന പേരുള്ള എല്ലാ മേഖലയിലും ഉണ്ടാവുകയാണ്. ഹുസൈൻ എന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വികാരം, പ്രവാചകൻ്റെ കുടുംബത്തോടുള്ള ഒരു അടുപ്പം, ഒരു സ്നേഹം, അത് വലിയ തോതിൽ മുസ്ലിം ലോകത്തുണ്ട്. അതുകൊണ്ട് അത് ഷിയാക്കൾക്ക് മാത്രമല്ല, ഷിയാക്കളാണ് ഇത് വലിയ ആചാരമായിട്ട്, വലിയ ആഘോഷമായിട്ട് നടത്തുന്നത്. പലതരത്തിലുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ചന്ദനക്കുടം എന്ന് പറയുന്നത് ഇത്തരം മുസ്ലിം നേർച്ചകളുടെ കേരളത്തിലുണ്ട്. ചന്ദനക്കുടം എന്ന് പറയുന്നത് മുസ്ലിം ദർഗകളിലെ, മുസ്ലിം പുണ്യസ്ഥലങ്ങളിലെ മുസ്ലിം നേർച്ചകൾ എന്ന് പറയും, ഉറൂസുകൾ എന്ന് പറയും. അതിൻ്റെ മറ്റൊരു പേരാണ്, ഒരു പൊതു പേരാണ് ചന്ദനക്കുടം. ഇവിടെ കാഞ്ഞിരമറ്റത്തുണ്ട്, എറണാകുളത്ത് കാഞ്ഞിരമറ്റത്തുണ്ട്, അത് തന്നെയാണ്, പല പേരാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ തമിഴ്നാട്ടിലെ ഏർവാടിയിലെ ഹസനും ഹുസൈനും ആ പേരിട്ട തമിഴ്നാട്ടിലുണ്ടായിരുന്ന 2 സിദ്ധന്മാരായിരിക്കാം. തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ. അവരുടെ ഓർമ്മയ്ക്ക് നടക്കുന്ന പെരുന്നാളാണ്, നേർച്ചയാണ്. പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് പോലെ ഈ താലപ്പൊലി ഉത്സവം അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് പള്ളിപ്പെരുന്നാൾ ക്രിസ്ത്യൻ പള്ളികളിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്നത് പോലെ, എത്രയോ ക്ഷേത്രങ്ങളിൽ താലപ്പൊലി ഉത്സവങ്ങൾ നടക്കുന്നത് പോലെ ഉള്ള ഒരു പള്ളികൾ തോറുമുള്ള മുസ്ലിം പള്ളികൾ നടക്കുന്ന ഒരു ഉത്സവമാണ് ഇത്. വലിയ തോതിൽ ആഘോഷിക്കുന്നത് ഷിയാക്കളാണ്. അവർക്ക് പലതരത്തിലുണ്ട്. അവരുടെ വലിയ പ്രകടനങ്ങൾ നടക്കും, ലോകം മുഴുവൻ നടക്കുന്നതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ തോതിൽ, കേരളത്തെക്കാൾ കൂടുതൽ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അവർക്ക് ഈ ആത്മപീഡയുടെയൊക്കെ ഏർപ്പാടുണ്ട്. കുത്തും ആയുധങ്ങൾ കൊണ്ട്, അതായത് ഇവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന പ്രവാചകന്റെ കുടുംബത്തെ സമ്പൂർണ്ണമായി വംശനാശം വരുത്തിയ ഒരു ആഘോഷമാണല്ലോ. അതിൽ തങ്ങളെക്കാൾ ആവുന്ന വിധം ആ വേദന ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഒന്ന്. അതേസമയത്ത് സുന്നികൾ ഇതിനെ തള്ളിക്കളയുന്നില്ല. മുഹറം ആഘോഷത്തെ സുന്നികളും തള്ളിക്കളയുന്നില്ല. സുന്നികൾ ചെയ്യുന്നത് അതൊരു മഹാദുരന്തമാണല്ലോ, ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഇസ്ലാമിൻ്റെ ഭരണാധികാരി ആ കാലഘട്ടത്തിൽ ചെയ്തതാണെങ്കിൽ പോലും അനിഷ്ടമാണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ 2 ദിവസം ഈ ഉപരോധം നടത്തി അവരെ വളഞ്ഞു വെച്ച് കൊന്നൊടുക്കി തീരുന്നത് വരെയുള്ള 2 ദിവസമുണ്ട്. ആ 2 ദിവസം മുഹറം 9ഉം 10ഉമാണ്. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കും. എൻ്റെ ഉമ്മയൊക്കെ നോമ്പെടുക്കും. പാരമ്പര്യ സുന്നികളാണ് ഞങ്ങൾ, പക്ഷേ നോമ്പെടുക്കും. അപ്പോൾ സുന്നികളും ആ ആഘോഷത്തോട് പങ്കെടുക്കുന്നുണ്ട്. സൂഫികൾക്കാണെങ്കിൽ ഷിയ പാരമ്പര്യത്തിൽ സംഗീത പാരമ്പര്യം വലിയ തോതിൽ. സൂഫികൾ ആദ്യകാലത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുന്നികൾ 2 പക്ഷത്തും, സൂഫികൾ 2 പക്ഷത്തും ഉണ്ട്. സുന്നികളായ സൂഫികളുണ്ട്, ഷിയാക്കളായ സൂഫികളുണ്ട്. പക്ഷേ ജനകീയത കൈവരിച്ചത് ഷിയ സൂഫികൾ. എന്തുകൊണ്ടെന്നാൽ
ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സംഗീതമുണ്ട്, അതുപോലെ ഉത്സവങ്ങളുണ്ട്, എല്ലാതരം കലാപരിപാടികളും ആഘോഷങ്ങളുമുണ്ട്. സർവോപരി എല്ലാ മതത്തിലും പെട്ടവരെ ഒന്നിച്ചു ചേരും. അവരെല്ലാ ദേവാലയങ്ങളിലും പോകും, അവരുടെ അടുത്ത് എല്ലാവരും വരും. ഞങ്ങളുടെ കൊണ്ടോട്ടിയിൽ തങ്ങളുണ്ടായിരുന്നു, ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങൾ. 18-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ അവിടെ വന്നതാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. പക്ഷേ അദ്ദേഹം വന്ന കാലത്ത് ഷിയ ആണ് എന്ന തർക്കം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ ഇതാണ്: ഒന്ന്, അദ്ദേഹം സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അക്കാലത്തെ മതാചാര്യന്മാർ എന്ന് പറഞ്ഞാൽ സുന്നി ആചാര്യന്മാർ മമ്പുറം തങ്ങളാണ്. ആദ്യം പുറപ്പെടുവിച്ച ഫത്വ മുട്ട്, വിളി, കൊട്ട് തുടങ്ങിയ വാദ്യങ്ങളൊക്കെ ഇസ്ലാമിന് പാങ്ങല്ല, പറ്റിയതല്ല, അത് ദൂരെ എറിഞ്ഞ് ശുദ്ധ ഇസ്ലാം വേണ്ടതാണ്. ഇവിടെയും ശുദ്ധ പ്യൂരിറ്റാനിയൻ ഇസ്ലാം. ആ ഇസ്ലാം വന്നത് യഥാർത്ഥത്തിൽ ആ കോടതി, എനിക്ക് തോന്നുന്നു, ആ ജഡ്ജിയുടെ പേര് വിളിച്ച് ആദരിക്കേണ്ടതാണ്. ശരിക്കും ആ ജഡ്ജിയുടെ പേര് കാണുന്നില്ലല്ലോ, വാർത്തകൾ കാണുന്നില്ല, കണ്ടെത്തേണ്ടതാണ്. വന്ന വാർത്തകൾ കാണുന്നില്ല. ആ ജഡ്ജി എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായി സൂഫി ഇസ്ലാമിൻ്റെ ബഹുസ്വരത പഠിച്ചിട്ട്, ഇസ്ലാം ഒരു വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു തീവ്രവാദത്തിൻ്റെ വഴിയല്ല, ഒരു പ്യൂരിറ്റാനി എന്ന് പറയുന്നൊരു സാധനമില്ല, സംസ്കാരത്തിൻ്റെ എല്ലാ ചേരുവകളും ചേർന്നാണ് ഇസ്ലാം. ആ ബഹുസ്വരത ശരിക്ക് പഠിച്ച് ജലാലുദ്ദീൻ റൂമി തൊട്ട് അറേബ്യൻ ഇസ്ലാം വരെ, അറേബ്യയിലെ ഇസ്ലാം നമ്മൾ പറയുന്ന ഈ സലഫി ഇസ്ലാമാണ്. സലഫിസത്തിൻ്റെ പണിയാണ് ശുദ്ധീകരിക്കൽ. ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കുക. 7-ാം നൂറ്റാണ്ട് തൊട്ട് 21-ാം നൂറ്റാണ്ട് വരെ പരിശോധിച്ചിട്ട് ഇതിനെവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ സംസ്കാരത്തിലോ വേഷത്തിലോ ഭക്ഷണത്തിലോ ആഘോഷത്തിലോ സംഗീതത്തിലോ എവിടെയെങ്കിലും അന്യമതങ്ങളുടേതെന്ന് തോന്നിക്കുന്ന, അന്യമതങ്ങളുടെ ഏതെങ്കിലും ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഉള്ള വല്ലതും കടന്നു വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുക. അതിനാണ് ഈ പ്യൂരിറ്റാനിയൻ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഴിയുള്ളൂ, പടച്ചോനും വിശ്വാസിയും മാത്രം മതി. അതിനിടയിൽ വിശ്വാസത്തിൻ്റെ യാതൊരു ഫ്ലഷും വേണ്ട, യാതൊരു സൗന്ദര്യവും വേണ്ട, യാതൊരു താളവും വേണ്ട, യാതൊരു അലങ്കാരവും വേണ്ട എന്ന് വിശ്വസിക്കുന്നവരാണ്. ന്യൂനപക്ഷമാണ്. ഇപ്പോൾ ഈ തിരുനെൽവേലിയിലെ ഏർവാടി ഭാഗത്ത് 7 മുസ്ലിം പള്ളികളുണ്ട്. അതിൽ 2 മാത്രമാണ് തൗഹീദിന്റെ എന്ന് പറഞ്ഞാൽ സലഫി പള്ളികൾ കുറവാണ്. അത് അവിടെ മാത്രമല്ല, എല്ലായിടത്തും കുറവാണ്. സലഫി പള്ളികൾ കേരളത്തിൽ തന്നെ എണ്ണത്തിൽ എത്ര കുറവാണ്. ഉണ്ടാവും. ഞാൻ പറയുന്നത് എല്ലാ പ്രദേശത്തും ഏറെക്കുറെ എല്ലാ പഞ്ചായത്തിലും ഒരു പള്ളിയൊക്കെ ഉണ്ടാവും, 1-2 ഒക്കെ കാണാം. പക്ഷേ സുന്നി പള്ളികളുടെ എണ്ണം എടുത്തോളൂ. അല്ലെ, സലഫിസം എന്ന് പറയുന്നത് ഈ പരിഷ്കരണം ഒട്ടും അംഗീകരിക്കാത്ത ഓർത്തഡോക്സ് മുസ്ലിംസ് ആണോ? അല്ല, യഥാർത്ഥത്തിൽ അതാണ് അതിന്റെ പ്രശ്നം. അവർ പറയുക തിരിച്ചാണ്. സലഫികൾ അവകാശപ്പെടുന്നത് അവരാണ് പരിഷ്കരണവാദികൾ. കാരണം അവരാണല്ലോ പരിഷ്കരിച്ചത്. മനുഷ്യൻ ജെനുവിനായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കൺവെൻഷനൽ ഇസ്ലാം, അതാണ് കൺവെൻഷനൽ ഇസ്ലാമും പ്യൂരിറ്റാരിയൻ ഇസ്ലാം, അതാണ് ഇതിൻ്റെ ഒരു തർക്കം. ഒരു സംശുദ്ധ ഇസ്ലാം വേണം, അതാണ് അവരാണ് ശുദ്ധീകരിച്ചത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മാപ്പിളപ്പാട്ടുണ്ടായത് ഈ സൂഫികളുടെ സാഹിത്യമായിട്ടാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് കേട്ടില്ല, ബഗ്ദാദിലെ ഒരു സൂഫി വര്യനായിരുന്നു മൊഹീദ്ദീൻ ഷെയ്ഖ്. ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ജീലാൻ ആണ് അദ്ദേഹത്തിൻ്റെ നാട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ കോഴിക്കോട്ടെ കാസിയായിരുന്ന, ഇസ്ലാമിൻ്റെ പള്ളിയിലെ കാസിയായിരുന്ന കാസി മുഹമ്മദ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ 2 കാര്യമുണ്ട്: ഇസ്ലാമികമായ ചരിത്രമുണ്ട്, സൂഫിസത്തിൻ്റെ ഒരു ആത്മീയതയുണ്ട്, പ്ലസ് മനോഹരമായ താളമുണ്ട്. ആ താളത്തിൽ എഴുതിയ പാട്ടാണ് ആദ്യത്തെ മാപ്പിളപ്പാട്ട്, മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് പാടില്ല. സലഫി ഇസ്ലാമിൻ്റെ വലിയ ഫത്വകളുണ്ട് അക്കാലത്തെ. ഈ വഹാബിസം എന്ന് പറയുന്നത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. വഹാബിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്യൂരിറ്റാനിയൻ, ഈ ഇസ്ലാമിലെ ഒരു ശുദ്ധീകരണ പ്രസ്ഥാനം, ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിനകത്തൊരു ശുദ്ധീകരണ പ്രസ്ഥാനം നേരത്തെ വന്നിട്ടുണ്ട്. ഈജിപ്തിലെ ചില പണ്ഡിതന്മാർ ഇത് ശുദ്ധീകരിക്കണം, ഇതിലൊരുപാട് ആചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. ഏത് ദേശത്ത് ചെല്ലുമ്പോഴും അവരുടെ സംസ്കാരം ഇസ്ലാമിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അത് ഇസ്ലാമല്ല. അതുകൊണ്ട് ശുദ്ധ ഇസ്ലാമിനെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള മൂവ്മെൻറ്റ് ഈജിപ്റ്റ് ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ അറേബ്യയിൽ വന്നു, അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും അടുപ്പം അറേബ്യയിൽ വന്ന ഒരാളെയാണ് ഏറ്റവും അടുപ്പവും പരിചയമുള്ളത്. അതുകൊണ്ട് അബ്ദുൽ വഹാബിൻ്റെ പ്രസ്ഥാനത്തെ എന്ന രീതിയിൽ വഹാബിസ് എന്ന് വിളിച്ചു. മറ്റൊരു വഹാബി മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഉണ്ടായതാണ്. സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഇസ്ലാമികമായ ജിഹാദി ശാക്തീകരണ പ്രവർത്തനം കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതിയൊരു മൂവ്മെൻറ്റിന് ഇന്ത്യയിൽ വഹാബിസം എന്ന് പറയും. ആ വഹാബിസം അല്ല ഈ വഹാബിസം. ഇസ്ലാമിനകത്തെ മതശുദ്ധീകരണ പ്രസ്ഥാനം എന്ന രീതിയിൽ വഹാബിസം എന്ന് പറയുന്നത് അറേബ്യയിൽ ചിലരൊക്കെ പറയാറുണ്ട് ഈ സലഫി അല്ലെങ്കിൽ വഹാബിസമാണ് തീവ്രവാദത്തിലേക്ക് ആളുകളെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എൻ്റെ സലഫി സുഹൃത്തുക്കൾ, മുജാഹിദ് സുഹൃത്തുക്കളൊക്കെ പിണങ്ങുമായിരിക്കും. അവർ പക്ഷേ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാനും സാധ്യതയുണ്ട്. കാരണം അവരെയാണ്
കൺസർവേറ്റീവ്സ് എന്ന് വിളിച്ചിട്ടുള്ളത്. അവരെയാണ് യാഥാസ്ഥികന്മാർ എന്ന് അങ്ങനെ വിളിച്ചിട്ടുണ്ട് കോടതി. എനിക്ക് തോന്നുന്നു പുതിയ കാലത്തെ ചില നിരീക്ഷണങ്ങൾ, ഇപ്പോൾ മുജാഹിദിലെ എല്ലാ വിഭാഗവും ഇങ്ങനെ വാദിക്കുന്നവരല്ല. ഇപ്പം ഞാൻ പറയാറില്ല, നമ്മുടെ എല്ലാ വീഡിയോ കാണുന്ന ഒരാളാണ് ഹുസൈൻ മടവൂർ സാറ്. അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം സമ്മതിക്കും, അവരുടെ കൂട്ടത്തിൽ നിന്ന് മുജാഹിദ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചിലരൊക്കെ ഇത്തരത്തിൽ അതിയാഥാസ്ഥികവും അതിതീവ്രവുമായ നിലപാടെടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി എന്നൊരു പണ്ഡിതനുണ്ട്, ഹുസൈൻ സലഫി എന്നൊരു പണ്ഡിതനുണ്ട്. ഓണത്തിന് ചോറുണ്ടാൽ നരകത്തിലാണ് അവരുടെ ഫത്വ. പാട്ടുപാടിയിട്ട് ഭൂമിയിൽ ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ച ആളാണ് മുജാഹിദ് ബാലുശ്ശേരി. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അവരെ എല്ലാവരെയും നമ്മൾ മുസ്ലിങ്ങളും അത് അംഗീകരിക്കുന്നില്ല, ഒട്ടും അംഗീകരിക്കുന്നില്ല. ഭൂരിപക്ഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹുസൈൻ മടവൂർ സാർ ഉൾപ്പെടെയുള്ള മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്നില്ല. മുജാഹിദുകൾ പോലും ഈ സംഗീതവും സാഹിത്യവും ഒക്കെ വേണം എന്ന് വാദിക്കുന്ന വലിയ ഫ്രഞ്ച് എലമെന്റ്സ് എന്ന് പറയുന്ന കുറച്ച് പേര്, വളരെ കുറച്ച് പേരുകൾ സത്യത്തിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ കോടതി തന്നിരിക്കുന്ന വലിയൊരു ഊർജ്ജമാണ്. കോടതി വിധിയെക്കുറിച്ച് എന്താ? ഈ കോടതി വിധിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ കോടതി വിധിയുടെ കോപ്പികൾ എടുത്തിട്ട് കേരളത്തിന്റെ പള്ളികളായാലോ ഇന്ത്യയിലെ പള്ളികൾ മുഴുവനും ഒട്ടിച്ചു വെക്കണം. ഒന്ന്, ഇതിലേതെങ്കിലും ന്യൂനപക്ഷത്തിന് തോന്നുന്ന ഈ അറേബ്യയിൽ പോയി ഉപജീവനത്തിന് വേണ്ടി പോയ മനുഷ്യർക്ക് അറേബ്യയിൽ നിന്ന് പോരുമ്പോൾ അവിടുത്തെ റിയാലും കൊണ്ടുപോരാം, അവിടുത്തെ വേണമെങ്കിൽ മന്തി ഉൾപ്പെടെയുള്ള ഭക്ഷണം കൊണ്ടുപോരാം. ആ കൂട്ടത്തിൽ എന്തിനാണ് അവിടുത്തെ വസ്ത്രധാരണ വിധാനമായിട്ട് പോരുന്നത്? അവിടുത്തെ ഈ ചുടുകാറ്റിനെ ഭയന്നിട്ട് ആകെ മൂടുന്ന ഒരു സംസ്കാരം അവിടുത്തെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാ. ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം മക്കളെ ഈ ആകെ ഇട്ട് മൂടി കെട്ടുന്നത് എന്തിന്? ഒന്ന്, അതുപോലെ തന്നെയാണ് സലഫി വിശ്വാസം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്തിനാ? കേരളത്തിലെ ഇസ്ലാം എത്ര പവിത്രം! കേരളത്തിലെ ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യം, സൂഫി ഇസ്ലാമിൻ്റെ പാരമ്പര്യം വളരെ വലുതാണ്. കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ വലിയ തോതിലാണ്. ഇപ്പോൾ നിസാമുദ്ദീൻ, ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് ഡൽഹിയിലെ. കാരണം എന്താ വെച്ചാൽ ഓൾഡ് ദില്ലിയിലെ ആ പാരമ്പര്യം മുഴുവനും അതാണ്. എല്ലാവരും ആണല്ലോ. ഇപ്പോൾ സൂഫികളുടെ, ഇപ്പോൾ നമ്മുടെ AR റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ അജ്മീറിലെ ഭക്തനാണ്, ഡിസൈപ്പിളാണ്. അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ദർഗയാണ്, ഇതുപോലൊരു ദർഗയാണ്. അവിടെ ആളുകൾ ചെല്ലുന്നത് ജാതിയും മതവും നോക്കിയിട്ടല്ല, ആർക്കും ചെല്ലാം, അവനവൻ്റെ രീതി അനുസരിച്ച് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. കേരളത്തിൽ അങ്ങനെ ഒരു ദേവാലയം വരാൻ പോകുന്നുണ്ട്. നമ്മുടെ മുസ്തഫ മൗലവിയുടെ, CH മുസ്തഫ മൗലവിയുടെ സ്വപ്നത്തിൽ അങ്ങനെ ഒരു ദേവാലയമുണ്ട്. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും വന്ന് അവനവൻ്റെ ഈശ്വരനെ വിളിച്ച് അവനവൻ്റെ രീതി പ്രകാരം പ്രാർത്ഥിക്കാവുന്ന ഒരു ദേവാലയം. ഒന്ന് ആലോചിച്ച് നോക്കാൻ സങ്കല്പം, സ്വപ്നമാണ്. അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കേട്ടു. ഞാൻ മൗലവി വന്നിട്ടുണ്ട്, മൗലവി ഇനിയും വരും. മൗലവിക്ക് ആരോടും ഇത്തരം സംവാദങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ കോടതി വിധി എല്ലാ മുസ്ലിം ഭവനങ്ങളിലും ഒട്ടിച്ചു വെക്കണം, എല്ലാ പള്ളികൾക്ക് മുമ്പിൽ ഒട്ടിച്ചു. അത്ര മനോഹരമായ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഒന്ന് അതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവർക്ക് അറിഞ്ഞൂടാ സത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പണി എന്താണ്. ഒരു പ്രധാനപ്പെട്ട പണി നമ്മുടെ പത്രക്കാരുടെ പണി. ഇപ്പോൾ സാർ എത്ര താല്പര്യത്തോടു കൂടിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ത് ചിന്തിക്കുന്നു, ഒരു ഇഷ്യൂ കാണുമ്പോൾ, ഒരു വാക്ക് കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളോട് ചോദിക്കുന്നുണ്ടല്ലോ, അറിയാൻ താല്പര്യം. നെഗറ്റീവ് മാത്രമല്ല, സമുദായത്തിനെതിരെ കള്ളത്തരങ്ങൾ പൊളിക്കാനും നമ്മൾ തീർച്ചയായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആ ഒരു മനസ്സ് വേണ്ട ഒരു ജേർണലിസ്റ്റിന്. ഒരു വിധി വന്നാൽ എന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ്? മാത്രമല്ല അത് പത്രത്തിൽ കൊടുത്താൽ ഏതൊക്കെ ജനതയെ ബാധിക്കും. എനിക്ക് തോന്നുന്നു ഈ വിധി കേരളത്തിലെ ഉൾപ്പെടെയുള്ള മലയാള പത്രങ്ങളും മലയാള മാധ്യമങ്ങളും വലിയ ഫ്ലാഷ് ന്യൂസായിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും സുന്നികളും സൂഫികളും ഷിയാക്കളും അത് ആഘോഷപൂർവ്വം ഏറ്റെടുക്കും. രണ്ട്, മുജാഹിദുകൾ ഇതൊരു വലിയ ഉണർത്തായി, ഒരു ജാഗ്രതയായി, ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നുണ്ടോ? ആ മുജാഹിദുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാദ്യങ്ങൾ പാടില്ല, സംഗീതം പാടില്ല, ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ എല്ലാ ഉത്സവങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ കണ്ടത് ഇപ്പോൾ എൻ്റെ നാട്ടിലെ നേർച്ചയുണ്ടായിരുന്നു, കൊണ്ടോട്ടി നേർച്ച. 13 കൊല്ലമായിട്ട് നടക്കുന്നില്ല. അത് അവിടുത്തെ ഒരു സ്വത്ത് തർക്കമുണ്ട്. പക്ഷേ ആ സ്വത്ത് തർക്കത്തിൽ ഇത്തരം ചില താല്പര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഇതൊന്നും മുടങ്ങിക്കിട്ടിയാൽ നന്നായിരുന്നു. മലപ്പുറം നേർച്ച സാറിനറിയോ? മലപ്പുറത്തെ ഈ പറഞ്ഞ 2 പ്രമാണിമാർ തമ്മിലുള്ള തർക്കത്തിൽ ആ പള്ളിക്ക് നേരെ ഒരു കൂട്ടം, ഞാനും സാറും തമ്മിൽ അടി നടക്കുമ്പോൾ സാറ് പോയി പള്ളിയിൽ കയറി ഒളിച്ചാൽ പിന്നെ എൻ്റെ കൂട്ടരെ എവിടെയുമില്ല, പള്ളിയിൽ വരും. അപ്പോൾ അത് ഒരു സമുദായ കലാപമായി തീർന്ന ഒരു ഓർമ്മയാണ്. പിന്നെ പക്ഷേ ആ കലാപത്തെക്കുറിച്ചുള്ള ഓർമ്മ മലപ്പുറം പള്ളി തകർക്കാൻ പാറ നമ്പി കൂട്ടരും വന്നു എന്നാണ് ആക്ഷേപം. പക്ഷേ ചരിത്രം പറയുന്ന അത്ഭുതകരമായൊരു കാര്യമുണ്ട്. ആ പള്ളി തകർക്കാൻ വന്നപ്പോൾ ഈ തകർക്കാൻ വന്ന ഹിന്ദു സഹോദരങ്ങളെ, ചോറ്റുപട്ടാളായതുകൊണ്ട് വന്നതാണ്, കൂലിപ്പണിക്ക് വന്നതാണ്, അവരെ തടയാൻ നിന്ന പരമഭക്തന്മാരായ ഹിന്ദുക്കളാണ്. ആ പള്ളിക്ക് രക്ഷിക്കാൻ വേണ്ടി ആദ്യം മരിച്ചു വീണ 4 പേര് ഹിന്ദുക്കളാണ്. കുഞ്ഞൻ, മുകുന്ദൻ, അറമുഖൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത് ആ നേർച്ച മുടങ്ങിപ്പോയി.
എന്താ കാര്യം വെച്ചാൽ പ്യൂരിറ്റാനിയനാണ്. ആലോചിച്ചു, എന്താ വെച്ചാൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച്. കേരളത്തിലും ഈ ഒരു ചിന്താധാര പതുക്കെ പിടിമുറുക്കി വലിയ തോതിലുണ്ട്. പതുക്കെ അല്ല, ഇപ്പോൾ അത് ആ ന്യൂനപക്ഷത്തിന് വലിയ തോതിലുള്ള പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഈ ഇടക്കാലത്ത് വലിയ തോതിലുള്ള കമ്മ്യൂണൽ പോളറൈസേഷൻ വന്നല്ലോ. അപ്പോൾ ഹിന്ദു സമൂഹത്തിൻ്റെ എന്തിനേയും എതിർക്കുക. അപ്പോൾ പറഞ്ഞാൽ മതി, നേർച്ചയെ നിരോധിച്ച് കിട്ടാൻ ഒറ്റ പണി പറഞ്ഞാൽ മതി. ഇത് ഹൈന്ദവാചാരമാണ് പറഞ്ഞു. ഓണം ഹിന്ദുവിൻ്റേതാണ്. ഏത് ഹിന്ദുവിൻ്റേതാണ് ഓണം? 14-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന 14-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും കേരളം കാണാൻ വന്ന സഞ്ചാരികൾ മുഴുവനും, മാർക്കോ പോളോ ഉൾപ്പെടെയുള്ള, നമ്മളവർക്ക് പറഞ്ഞിട്ടുണ്ട്, ആ സഞ്ചാരികൾ മുഴുവനും കൊടുങ്ങല്ലൂർ മുസിരിസിൽ വന്ന് കപ്പലിറങ്ങിയപ്പോൾ കാണുന്നത് ചേരമാൻ മസ്ജിദിൻ്റെ മുറ്റത്ത് ഓണത്തല്ല് നടക്കുക. ചേരമാൻ മസ്ജിദ് ഹൗദിൽ നിന്ന് ഒതു എടുത്തിട്ട് കയറുന്ന പടവുകളുണ്ടല്ലോ പള്ളിയിലേക്ക്, ആ പടവുകൾ മുഴുവനും പൂക്കളിട്ട് വെച്ചിട്ടുണ്ട്. ആ പള്ളി മുറ്റത്ത് ഊഞ്ഞാല് കെട്ടി കുട്ടികൾ ആടുന്നുണ്ട്. എല്ലാ ജാതി അതിനല്ലേ സാറേ പള്ളി? അതെ, സന്തോഷത്തിനും സമാധാനത്തിനും അല്ലേ പള്ളി? അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കൂ, 14-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു കേരളം ഒരു 7 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ എങ്ങോട്ടാണ് പോയത്? വല്ലാതെ മാറിപ്പോയി. അതാണ് പ്രശ്നം. നമുക്ക് കൂടുതൽ സൗകര്യങ്ങളും വിദ്യാഭ്യാസവും സാംസ്കാരിക ഉണർച്ചയൊക്കെ ഉണ്ടായെന്ന് പറയുന്ന കാലത്ത് വലിയ മതിലുകളാണ് ഓരോ മനുഷ്യന്റെ. വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഈ കോടതി വിധിയിലുണ്ട്, നിങ്ങളാണ് യാഥാസ്ഥികന്മാർ. ഹൈടെക് യാഥാസ്ഥികത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇവരുടെ കയ്യിൽ ഇവർ എഞ്ചിനീയർമാരാണ്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, അവർ പുതിയ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷിലാണ് മതപ്രസംഗം നടത്തുന്നത്, അവരുടെ ചാനൽ വിദഗ്ധന്മാരാണ്, IT എക്സ്പേർട്സാണ്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. പക്ഷേ മക്കളെ, നിങ്ങളാണ് യാഥാസ്ഥികന്മാർ എന്ന് കോടതി പറഞ്ഞു. അതാണ് സത്യം. യാഥാസ്ഥികന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിൻ്റെ ഒരുമ, മനുഷ്യൻ്റെ ഒരുമ, ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന ആത്യന്തികമായ പാഠം. ആ അദ്വൈത പാഠമാണല്ലോ സത്യത്തിൽ ഇന്ത്യയുടെ ഒരു കൾച്ചർ. അതിൻ്റെ കൂടെയാണല്ലോ സൂഫികൾ നിന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ വിരോധം. അതെ അതെ. സൂഫികളെ പിന്തുണച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണൽ വെറുപ്പുണ്ടല്ലോ, മനുഷ്യർ തമ്മിലുള്ള വെറുപ്പ് അതില്ലാതാവും, അത് അവസാനിക്കും. അതിനെ ഭയപ്പെടുന്നവരാണ് സത്യത്തിൽ വിഭാഗീയതര ശക്തികൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വെറുപ്പിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, വെറുപ്പിനെ പിന്തുണക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കോടതി വിധി അങ്ങേയറ്റത്തെ വായിക്കപ്പെടട്ടെ. മാത്രമല്ല കോടതി ചർച്ചയ്ക്ക് വരട്ടെ. ABCക്ക് ചെയ്യാവുന്നത്, നാട്ടുകാർ മൂടി വെക്കുന്നത്, നാട്ടുകാർ ഏതെങ്കിലും താല്പര്യത്തിൽ മൂടി, അറിവില്ലായ്മ കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്രയേറെ വാർത്താ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല. അതെ, ചിലപ്പോൾ കണ്ടു കാണുക ഏതോ പള്ളിപ്പെരുന്നാണ് അതിന്റെ കേസ് അവഗണിച്ച് ലോക്കൽ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ന്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കൊച്ചു വാർത്താശകലം. അത് എത്തേണ്ടടുത്ത് എത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഏതായാലും നമ്മളത് ചെയ്തു. നമ്മൾ തീർച്ചയായിട്ടും കേരളവും ഇന്ത്യയും നമ്മൾ ചരിത്രത്തിലെ ഒരു ദൗത്യം നമ്മുടെ കാലത്ത് നിർവഹിച്ചിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. നമുക്ക് എല്ലാ ആത്മവിശ്വാസം ABCക്ക് വലിയ ഊർജ്ജമാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.